BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. ഈ ക്ലാസിക്കുകളൊക്കെയും ഒരുമിക്കുന്നു കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. ഡോക്ടർ സാർ, കേട്ടല്ലോ കുഷ്ഠത്തിന് ചികിത്സ സാധ്യമാണെന്ന്. പക്ഷെ ഇതിന്റെ ലക്ഷണമെന്താ? നേർത്തതോ ചുവന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ മരവിപ്പ്, പാട്, തടിപ്പ്. MDT കുഷ്ഠത്തിന്റെ സുനിശ്ചിത ചികിത്സയാണ്. തുടക്കത്തിലെ പൂർണ്ണ ചികിത്സ ചെയ്യിച്ചാൽ വികലാംഗതയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ ചികിത്സ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയിലെ ജീവനക്കാർ സത്യസന്ധരാണെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. ഹരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും തൊടുപുഴയിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവത്തിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പന്നിമറ്റം ഇരുകല്ലുംപടി റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മോൺസിഞ്ഞോർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കോതമംഗലം രൂപതാംഗമായ റവറന്റ് ഡോക്ടർ ജോർജ് കുരുക്കൂറിനും രൂപതയിലെ 9 നവവൈദികർക്കും കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ KG വിഭാഗത്തിന്റെ വാർഷികം ആഘോഷിച്ചു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജോമോൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിലെ ജീവനക്കാർ സത്യസന്ധരാണെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. ഹരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാപ്ലാശ്ശേരിൽ MJ സ്കറിയയ്ക്കു വേണ്ടി രംഗത്തു വന്നിരിക്കുന്നവർ നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനുള്ള ചിലരുടെ ശ്രമമാണ്. നിയമപരമായ കാര്യങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുവാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത് എന്നും R. ഹരി ചൂണ്ടിക്കാട്ടി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റിനി ജോഷി, നിർമ്മല ഷാജി, CPM കൌൺസിലർമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കെട്ടിടങ്ങൾക്ക് പ്ലാൻ സമർപ്പിച്ച് നിർമ്മാണാനുമതി വാങ്ങിയപ്പോഴോ നമ്പറും ഒക്യുപ്പൻസിയും കരസ്ഥമാക്കിയപ്പോഴോ കൈക്കൂലി ആക്ഷേപം ഉയർന്നിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കൈക്കൂലി ലഭിക്കാൻ വേണ്ടി മാത്രം നാളിതുവരെ എടുത്ത നടപടികളെല്ലാം ഉദ്യോഗസ്ഥർ റദ്ദു ചെയ്തു എന്ന് പറയുന്നത് സത്യമറച്ചുവെക്കലും മറ്റ് ലക്ഷ്യങ്ങൾ ഉള്ളവരുടെ പ്രേരണയിലുമാണ്. സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ 1998 മുതലുള്ള സംഭവങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സ്കറിയയുടെ 38 സെന്റ് സ്ഥലത്തോട് ചേർന്ന് 102 സെന്റ് സ്ഥലത്ത് MN ഗോവിന്ദൻ നായർ മന്ത്രിയായിരുന്നപ്പോൾ പണിത ലക്ഷം വീട് കോളനിയാണ്. 18 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങൾക്കും സ്കറിയയ്ക്കും ശുദ്ധജലം എത്തിക്കുന്നതിന് അന്നത്തെ കൌൺസിൽ മുൻകൈയെടുത്ത് കുടിവെള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു.
ലക്ഷം വീട് കോളനി വക സ്ഥലം താഴ്ന്ന പ്രദേശമായതിനാലും ടാങ്ക് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം ഇല്ലാത്തതിനാലും സ്കറിയ അരസെന്റ് സ്ഥലം അന്നത്തെ നഗരസഭാ സെക്രട്ടറി ജോർജ് വള്ളക്കാലിയുടെ പേരിൽ ദാനയാദാനം ചെയ്തു നൽകുന്നു. സ്ഥലം സൗജന്യമായി നൽകിയ വകയിൽ സ്കറിയയ്ക്ക് വീട്ടാവശ്യത്തിന് വെള്ളമെടുക്കാമെന്ന വ്യവസ്ഥയിലും ടാങ്കിന് സമീപം പൊതുടാപ്പ് പാടില്ല എന്ന വ്യവസ്ഥയിലുമാണ് സ്ഥലം നൽകിയത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ സ്കറിയ തന്നെ കൺവീനറായ ഗുണഭോക്തൃ സമിതിയാണ് ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോളനി നിവാസികൾ വെള്ളം ലഭിക്കുന്നില്ല എന്നും നഗരസഭയുടെ ടാങ്ക് കൂടി സ്കറിയ അടച്ചുകെട്ടിയെന്നും കാണിച്ച് 18 കുടുംബങ്ങളുടെ പരാതി നഗരസഭയിൽ ലഭിച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് തെളിയുകയും കോളനിയിലേക്കുള്ള സപ്ലൈ ലൈൻ അറുത്തുമുറിച്ചായും കാണപ്പെട്ടു. നഗരസഭയുടെ നോട്ടീസിന് സ്കറിയ നൽകിയ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ നിയമ നടപടിയിലേക്ക് പോകാൻ നഗരസഭ തീരുമാനിക്കുകയും അതേസമയം തന്നെ കോളനി നിവാസികൾ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ കളക്ടർ തൊടുപുഴ അഡീഷണൽ തഹസീൽദാരെ സ്ഥലം അളന്ന് തിരിക്കുന്നതിനും റിപ്പോർട്ട് നൽകുന്നതിനും ചുമതലപ്പെടുത്തുകയുണ്ടായി. ആധാരപ്രകാരം സ്കറിയയ്ക്ക് കൈവശമുള്ള 38 സെന്റ് സ്ഥലത്തിന് പുറമെ 36 സെന്റ് കൂടി സ്കറിയ കൈവശം വെച്ചിട്ടുണ്ടെന്നും അത് കോളനി സ്ഥലം ഉൾപ്പെടെ സർക്കാർ ഭൂമിയാണെന്നും കോളനിക്കാരുടെ കുടിവെള്ളം മുട്ടിച്ചത് സ്ഥലം കയ്യേറി 6 അടി പൊക്കത്തിൽ ഭിത്തി നിർമ്മിച്ചതും സ്കറിയ നടത്തിയ ശിക്ഷാർഹമായ കുറ്റമാണെന്നും അഡീഷണൽ തഹസീൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ നഗരസഭാ സെക്രട്ടറിയോട് സ്കറിയ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കുവാനും കോളനിക്കാരുടെ വിച്ഛേദിച്ച വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിക്കാനും ഉത്തരവിട്ടു. 1 മാസത്തിനുള്ളിൽ ഇക്കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സെക്രട്ടറിയുടെ പേരിൽ വകുപ്പുതല നടപടികൾ സ്വീകരിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. സ്കറിയ കെട്ടിയടച്ച മതിൽ മുനിസിപ്പൽ സെക്രട്ടറി പോലീസ് സഹായത്തോടെ പൊളിച്ചു മാറ്റുകയും കോളനിക്കാരുടെ വിച്ഛേദിച്ച പൈപ്പ് ലൈൻ താൽക്കാലികമായി ടാങ്കിൽ കയറാതെ നേരിട്ട് കണക്ഷൻ നൽകുകയും ചെയ്തു. സ്കറിയയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വസ്തുവിന്റെ രേഖകൾ ഹാജരാക്കാൻ നിയമാനുസൃതം സമയം അനുവദിക്കുകയും ചെയ്തു. നാളിതുവരെ രേഖകൾ ഹാജരാക്കുവാൻ കഴിയാത്ത സ്കറിയ നഗരസഭയ്ക്കെതിരെ മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ സ്കറിയ തന്നെ കോടതി മുഖാന്തരം കമ്മീഷനെ വെച്ച് താലൂക്ക് സർവേറെ കൊണ്ട് സ്കറിയയുടെ സ്ഥലം അളപ്പിക്കുകയുണ്ടായി. കെട്ടിട നിർമ്മാണ അപേക്ഷ നൽകിയപ്പോഴും കളക്ടറുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേയർ അളന്നപ്പോഴും മുനിസിപ്പൽ കോടതി കമ്മീഷനെ വെച്ച് അളന്നപ്പോഴും ലഭിച്ച 3 സർവേ സ്കെച്ചുകൾ നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ട്. ഈ 3 സ്കെച്ചുകളും വ്യത്യസ്തവുമാണ്. ഈ സാഹചര്യത്തിലാണ് നഗരസഭ നൽകിയ ഒക്യുപ്പൻസിയും കെട്ടിട നമ്പറും താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുള്ളത്. ഈ വസ്തുതകളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ജില്ലാ സർവേ സൂപ്രണ്ട് നൽകിയിരിക്കുന്ന സ്കെച്ചിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നമ്പർ പുനഃസ്ഥാപിച്ച് നൽകണമെന്നാണ് പുതിയ ആവശ്യം. ആയതിലേക്ക് പുതിയ പ്ലാൻ നൽകുവാൻ സ്കറിയ തയ്യാറുമല്ല. ഈ ഘട്ടത്തിലാണ് സ്കറിയയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടി മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് റഫർ ചെയ്യാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചത്. എന്നാൽ സ്കറിയയും പുതിയ സംരക്ഷകരും കൌൺസിൽ നിർദ്ദേശത്തെ പരിഹസിക്കുകയും പുച്ഛിക്കുകയുമാണ് ചെയ്തത്. സമീപകാലത്ത് വെങ്ങല്ലൂരിൽ പൊതുസ്ഥലവും തോടും കയ്യേറി നെൽപ്പാടം നികത്തിയും ബഹുനില മന്ദിരം നിർമ്മിക്കാൻ അനുയോജ്യമായ സർവേ സ്കെച്ചും റിപ്പോർട്ടും നൽകിയിരിക്കുന്നതും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഏവർക്കും ബോധ്യമുള്ള തൊടുപുഴയാറിന്റെ കയ്യേറ്റങ്ങൾക്കും നിയമപരീക്ഷ നൽകുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുന്ന ഹീനമായ ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുവാൻ ആർക്കും കഴിയില്ല. സർക്കാർ ഭൂമി സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുവാൻ വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുന്നത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവരെ കൊണ്ട് ചുടുചോറ് വാരിച്ചവരും സമരത്തിന് മുൻപന്തിയിലുണ്ട്. രാഷ്ട്രീയ വനവാസമുള്ളവർ വീണ്ടും രംഗപ്രവേശനത്തിനായി അഴിമതിയുടെ പേര് പറഞ്ഞ് അവതരിക്കുന്നതും ജനസംരക്ഷകരാകുന്നതും ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം നന്മയ്ക്കായി രൂപീകരിച്ച റെസിഡൻസ് അസോസിയേഷനുകളെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നതും ബന്ധപ്പെട്ടവർ തിരിച്ചറിയണമെന്നും ആർ ഹരി ആവശ്യപ്പെട്ടു. ഇതിനൊക്കെ പുറമെ കോടതികളുണ്ട് നീതി ലഭിക്കുവാൻ. ഒരിടത്തും അദ്ദേഹം ഈ കാര്യത്തിൽ പോയിട്ടില്ല. അതും കൂടി ഈ അവസരത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനു പകരം അദ്ദേഹം ചെയ്തത് മുനിസിപ്പൽ സെക്രട്ടറി ഭൂമി തിരിച്ചുപിടിക്കുവാനുള്ള നടപടി സ്റ്റേ ചെയ്യുവാനായിട്ട് മുനിസിപ്പൽ കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയാണ്. കോടതി അതിന് പെട്ടെന്ന് സ്റ്റേ കൊടുക്കാത്തത് കൊണ്ട് ലോകായുക്തയെ സമീപിച്ചിരിക്കുകയാണ്. ലോകായുക്ത അദ്ദേഹത്തിന്റെ കേസ് വാദം കേട്ടിട്ട് ചെയ്തിരിക്കുന്നത് മുനിസിപ്പൽ സെക്രട്ടറി, താലൂക്ക് സർവേയർ, ഡിസ്ട്രിക്ട് കളക്ടർ, അഡീഷണൽ തഹസീൽദാർ, തൊടുപുഴ ഡിവൈഎസ്പി, തൊടുപുഴ സ്റ്റേഷൻ SI ഇവരെ ഈ സ്ഥലത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും തുടർ നടപടിയിൽ നിന്നും വിലക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. MV ജയരാജൻ നയിക്കുന്ന ലോട്ടറി സംരക്ഷണ സംസ്ഥാന ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തൊടുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന ലോട്ടറി മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് MV ജയരാജന്റെ നേതൃത്വത്തിൽ ലോട്ടറി സംരക്ഷണ സമിതി നടത്തുന്ന ലോട്ടറി സംരക്ഷണ സംസ്ഥാന ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ ഊഷ്മള സ്വീകരണം നൽകി. ഫെബ്രുവരി 19 കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച ജാഥ വിവിധ ജില്ലകൾ പിന്നിട്ട് ശനിയാഴ്ച വൈകിട്ടാണ് ഇടുക്കിയിലെ ഏക സ്വീകരണ കേന്ദ്രമായ തൊടുപുഴയിലെത്തിയത്. മാർച്ച് 2 നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥം പര്യടനം നടത്തുന്ന ജാഥയെ ലോട്ടറി തൊഴിലാളികളും വിവിധ വർഗ ബഹുജന സംഘടനയുടെ നേതൃത്വത്തിലും സ്വീകരിച്ചു. ഭാഗ്യക്കുറികളുടെ മേൽ ചരക്ക് സേവന നികുതി ഒഴിവാക്കുക, അന്യസംസ്ഥാന ഭാഗ്യക്കുറികളുടെ ചൂതാട്ടം തടയുക, മുൻകാല സേവന നികുതി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്. ജാഥ മാർച്ച് 1 തിരുവനന്തപുരത്ത് സമാപിക്കും. ലോട്ടറി മേഖലയിലെ CITU, INTUC, AITUC, KTUC, KLVSU എന്നീ സംഘടനകൾ സംയുക്തമായാണ് മാർച്ച് നടത്തുന്നത്. തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന ജാഥാ സ്വീകരണ യോഗം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. പിന്നെ എന്താ പരിഗണന? പരിഗണിക്കാനൊരു വഴിയുള്ളൂ. ഈ മേഖലയിൽ ആളുകൾ ഒന്നടങ്കം ഈ മേഖലയിലുള്ള പോരാട്ടം ശക്തിയെ സംഘടിപ്പിക്കണം. കേരളത്തിന്റെ പൊതുസമൂഹം ഈ അവസരം അശ്രദ്ധമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഉപജീവനം കഴിക്കുന്നതാണ് കേരളത്തിലെ ലോട്ടറി. അത് തട്ടിപ്പിന്റെയോ വെട്ടിപ്പിന്റെയോ മേഖലയല്ല. ഉദാഹരണമായി വിശ്വാസത്തോടുകൂടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ അംഗീകരിക്കുവാൻ ഇതിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യോജിച്ച പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ ആ യോജിച്ച പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുവാനും കേരളത്തിലെ പൊതുസമൂഹം അത്തരമൊരു പോരാട്ടങ്ങൾക്ക് മാത്രമേ. ജോയി മൈലാടി അധ്യക്ഷനായിരുന്നു. MV ജയരാജൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ ഫിലിപ്പ് ജോസഫ്, മാനേജർ V ബാലൻ, ജാഥാംഗം PM ജമാൽ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി TV സുബൈർ സ്വാഗതം പറഞ്ഞു. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും തൊടുപുഴയിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവത്തിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മൌര്യ ഗാർഡനിൽ നടന്ന സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അതിലൂടെ മനുഷ്യ മനസ്സിനെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി ആണ് തപസ്യ ആരംഭിച്ചത്. എല്ലാ ജില്ലകളിലും ശക്തമായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം, ഏറ്റവും നല്ല പ്രവർത്തകരുടെ അർത്ഥപൂർണമായിട്ടുള്ള അവരുടെ സമയ വിനിയോഗം കൊണ്ട് നടത്തുന്ന കലാപരിപാടികളും പ്രവർത്തനങ്ങളും കൊണ്ട് തപസ്യയുടെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ പുരോഗമിച്ചു വരുന്ന കാലഘട്ടമാണ്. യൂണിറ്റ് പ്രസിഡന്റ് സുന്ദർ രാജൻ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ ആലപ്പി രംഗനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ വാസന്തി, തൊടുപുഴ കൃഷ്ണൻകുട്ടി, VK സുധാകരൻ, KK ശിവൻ, ആദർശ തുടങ്ങിയവർ പ്രസംഗിച്ചു. അപ്പോൾ ഇവിടെ സമൂഹത്തിൽ അർത്ഥമാക്കുന്നത് കരണങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ എന്ന് നമ്മൾ വ്യവഹരിച്ചിരിക്കണം. കർമ്മങ്ങൾ അത് അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അത് വേഷധാരണം വസ്ത്രധാരണമാകട്ടെ, നമ്മുടെ ചലനങ്ങളാകട്ടെ, നമ്മുടെ വചനങ്ങളാകട്ടെ, നമ്മുടെ ഭാഷയാകട്ടെ, നമ്മുടെ നോട്ടമാകട്ടെ, എല്ലാം കണ്ടിട്ട് അത് കാണുന്നവർ ഒരു ദിവസം എല്ലാം പറഞ്ഞു നമ്മുടെ ആ ചേഷ്ടകളിൽ, നമ്മുടെ ചലനത്തിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ രൂപത്തിൽ, നമ്മുടെ ഭാഷണത്തിൽ ലയിച്ചു പോകും. അവനെ മറന്ന് ഒരു നിമിഷം വിളിക്കുക, ഞാനൊന്നായിരുന്നു, എനിക്കും ഇങ്ങനെ പാടാൻ കഴിയുന്നത്, എനിക്കും ഇങ്ങനെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്നത്, എനിക്കും അതുപോലെ സാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
തപസ്യയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന അനുമോദന യോഗത്തിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. തപസ്യ തൊടുപുഴയിൽ സംഘടിപ്പിച്ച അനുമോദന യോഗത്തിൽ വഞ്ചിപ്പാട്ട്, തിരുവാതിര, പൂരക്കളി, കഥകളി സംഗീതം, മദ്ദളം, ചെണ്ടമേളം എന്നിവയ്ക്ക് എ ഗ്രേഡ് നേടിയ മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ, കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂൾ, വിദ്യാനികേതൻ കലോത്സവത്തിൽ യോഗ് ചാപ്പിൽ എ ഗ്രേഡ് ലഭിച്ച തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് മെമന്റോ നൽകി അനുമോദിച്ചു. പന്നിമറ്റം ഇരുകല്ലുപ്പടി റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജു കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാർട്ടിൻ മാത്യു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ VG മോഹനൻ, അനൂപ്, ജെസിമോൾ മാത്യു, ഷെമിന അബ്ദുൽ ഖാദർ, അക്കാമ്മ മാത്യു, ലാലി ജോസി, സുധ ജോണി, അയൽസഭാ കൺവീനർ ഡോളി മാത്യു, ചെയർമാൻ ജെയിംസ് കുര്യാക്കോസ്, ബിനുരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ദിവസം 2016-17 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതമായി ചെലവഴിച്ച പന്നിമറ്റം ചെപ്പുകുളം റോഡിന്റെ ഇരുകല്ലുംപടി വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് മെമ്പർമാരോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തുടർന്നു വന്ന ചില പ്രവണതകൾ, വാർഡിലേക്ക് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ പല റോഡുകളിന് വെക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പല വാർഡുകളിലും ഭരണസമിതി ചെയ്ത പദ്ധതികൾ കാണാൻ പറ്റാത്തൊരവസ്ഥ. ആദ്യം തന്നെ ഞാൻ ഇവരുടെ അടുത്ത് സൂചിപ്പിച്ചു, ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡിന് ഫണ്ട് ചെയ്യുക, ആ ഫണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുക. കോതമംഗലം MLA ആന്റണി ജോണും പൈങ്ങോട്ടൂർ ചേന്നപ്പള്ളിയിൽ പരേതനായ CB ജോർജിന്റെ മകൾ സ്റ്റെഫിയും തമ്മിൽ കോതമംഗലം കത്തീഡ്രൽ പള്ളിയിൽ വിവാഹിതരായി.
പഴയരിക്കണ്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ, ക്ഷേത്ര മേൽശാന്തി കാശി വിശ്വനാഥൻ, സന്ദീപ് കുലശേഖരമംഗലം എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിപുരാതനമായ പഴയരിക്കണ്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രഞ്ജിത്ത് രവീന്ദ്രന്റെയും ക്ഷേത്രം മേൽശാന്തി കാശി വിശ്വനാഥിന്റെയും സന്ദീപ് കുലശേഖരമംഗലത്തിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ശിവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മഹാശിവരാത്രി മഹോത്സവത്തിന്റെ അവസാന ദിവസം വൈകിട്ട് 4 മണിക്ക് തേക്കുംതണ്ട് ശ്രീ മഹാദേവി കാവിൽ നിന്നും താലപ്പൊലി ഘോഷയാത്രയും നടന്നു. തുടർന്ന് രാത്രി 8:30 മുതൽ പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. രാത്രി 12 മണി മുതൽ തിരുവനന്തപുരം ശ്രീകൃഷ്ണ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നൃത്തനാടകം അരങ്ങേറി. 25-ാം തീയതി പുലർച്ചെ 4 മണിക്ക് തേക്കുംതണ്ട് പുണ്യതീർത്ഥത്തിൽ ബലിതർപ്പണവും നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു. മോൺസിഞ്ഞോർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കോതമംഗലം രൂപതാംഗമായ റവർ ഡോക്ടർ ജോർജ് കുരുക്കൂരിനും രൂപതയിലെ 9 നവവൈദികർക്കും കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മുതലക്കോടം സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന സമ്മേളനം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് ഒലിയപ്പുറം ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് ഐപ്പച്ചൻ തടിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയിനിലം മുഖ്യപ്രഭാഷണം നടത്തി. ഫൊറോന വികാരി ഫാദർ ജോസഫ് അടപ്പൂര്, രൂപതാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ഇലഞ്ഞിക്കൽ, ട്രഷറർ ജോൺ മുണ്ടങ്കാവിൽ, ജോയി പോൾ പീച്ചാട്ട്, മാത്യു വെച്ചൂർ, വി യു ചാക്കോ, ജോസ് ചെറിയാൻ പുതിയടം, സജി മൈലാടി, ജിമ്മി ചെമ്പരത്തി, ജോയി പാറത്തലക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കേരള സഭ ആവശ്യപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തെ മോൺസ്റ്റർ ആക്കിയത്. ചുമ്മാ ആരെങ്കിലും ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരിക്കണമല്ല. അതുകൊണ്ട് വ്യത്യസ്തനായ ഒരു മോൺസ്റ്ററാണ്. പിന്നെ ആ മോൺസ്റ്റർ പദവി നൽകിയ വേദി ഒരു മോൺസ്റ്റർ കിട്ടാത്തതാണ്. അന്നത്തെ സമ്മേളനത്തിന് 3 സഭയിലെ നേതാക്കന്മാരും ടിവോസിലുണ്ടായിരുന്നു. 3 പേരും ആശംസകൾ അർപ്പിച്ചു. പിതാവ് ക്ലിമീസ് പിതാവ് അവിടെ ഇവിടെ ഈ പള്ളിയിൽ വെച്ച് ഈ സ്ഥാനം കൊടുത്തു. പിന്നെ ആലഞ്ചേരി പിതാവ് പ്രസംഗിച്ചു. മറ്റേ പാക്യം പിതാവ് ആശംസകൾ അർപ്പിച്ചു. 3 സഭയുടെ നേതാക്കന്മാർ ഒന്നു ചേർന്ന് ആശംസ അർഹമായിട്ടുള്ള അംഗീകാരം നൽകിയ കുരുക്കൂരച്ചത്തെ കുറിച്ച് നമുക്കും കോതമംഗലം രൂപതയ്ക്ക് അഭിമാനം. ഇതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കട്ടെ. ഇടുക്കി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സീതാലയം പദ്ധതിയുടെ ഭാഗമായി രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും വിവിധ വിഷയങ്ങളിൽ കൌൺസിലിംഗും സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ജനമൈത്രി പോലീസ് കൌൺസിലർ CK മഹേഷ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മായ റാണി സേനൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മൊത്തം ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സീതാലയം പ്രോജക്ടിന്റെ വാർഷിക സമ്മേളനവും കുടുംബ സമ്മേളനവും ഇന്ന് ആശുപത്രി അങ്കണത്തിൽ നടത്തപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട MLA PJ ജോസഫ് സാർ ഈ സമ്മേളനം ഉദ്ഘാടനം നടത്തപ്പെടുന്നതും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മാത്യു അവറുകൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഇന്ന് ഇവിടെ സംബന്ധിക്കുന്നതുമാണ്. ഈ സീതാലയം പ്രോജക്റ്റിൻ്റെ അനുബന്ധിച്ച് നടത്തുന്ന ലഹരി വിമുക്ത ക്ലിനിക്ക്, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് മുതലായവയുടെ ഉപഭോക്താക്കളുടെ അവരുടെ സമ്മേളനവും അവർക്ക് ലഭിച്ച അവരുടെ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട്. അവർക്ക് ചികിത്സയുടെ അനുഭവങ്ങളും മറ്റും പങ്കുവയ്ക്കുകയും 2 സെമിനാറുകൾ നടത്തപ്പെടുകയുമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു പാട്ടുണ്ട്. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ അക്ഷര. ചേരമർ സാംബവ ചൊക്കൻപാറ കുടുംബയോഗ വാർഷികം തേക്കുംഭാഗത്ത് നടന്നു. CSDS സംസ്ഥാന ട്രഷറർ VK തങ്കപ്പൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുടുംബയോഗം പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു. CSDS താലൂക്ക് ട്രഷറർ തങ്കച്ചൻ പൌലോസ്, താലൂക്ക് പ്രസിഡന്റ് മനോജ് ആന്റണി, സെക്രട്ടറി ശാന്തമ്മ സാമുവൽ, സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ലീലാമ്മ ബെന്നി,
താലൂക്ക് ട്രഷറർ CJ ജോർജ്, താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ മാത്യു വർഗീസ്, ജോർജ് സേവ്യർ, ബെന്നി ഇടവര, ഷെറിൻ തോമസ്, ഷാജി ചെപ്പുകുളം, മെൽബിൻ, ബിബിൻ ജോസ്, പീറ്റർ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. കിങ്ങിണിക്കൂട്ടം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. ഒരു പന്തലിൻ കീഴിൽ ഒരു സമ്മേളനം കേൾക്കുവാൻ എത്തിച്ചേരുവാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് CSDS എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആ തണലിലാണ്. നമ്മുടെ 100 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മളെ സംബന്ധിച്ചും നമുക്കിപ്പോൾ കോമൺ ആയിട്ടൊരു പേരുള്ളത് ദളിതം എന്നുള്ള വാക്കാണ്. ദളിതരാണ് ഞാനും നിങ്ങളുമൊക്കെ. അവൻ ഹൈന്ദവ വിശ്വാസി ആയിക്കോട്ടെ, ക്രൈസ്തവ വിശ്വാസി ആയിക്കോട്ടെ, PRDSകാരനോ ആത്മോദയക്കാരനോ ഏത് വിശ്വാസിയാണെങ്കിലും അവനെല്ലാം അറിയപ്പെടുന്നത് ദളിതം എന്നുള്ള ആ വാക്കിലാണ്. എന്താണ് ദളിതം എന്നുള്ള വാക്കിന്റെ അർത്ഥം നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. ആ ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുള്ള ദളിതം എന്ന വാക്കിന്റെ അർത്ഥം സ്കാറ്റേർഡ് പീപ്പിൾസ്, ചിന്നി ചിതറി കിടക്കുന്ന മനുഷ്യ സമൂഹം. അതാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ പുലയനും പറയനുമായിട്ടുള്ള അധസ്ഥിത ഭാഗത്തിൽ പിറന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള, മാർജിനലൈസ് പീപ്പിൾ ആയിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഞാനും നിങ്ങളുമൊക്കെ ഇന്നും ഈ സമൂഹത്തിന്റെ ഉന്നാമ്പുറങ്ങളിൽ നിന്ന് പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളമാറ്റപ്പെടുന്ന പറയനും പുലയനുമായി മാറിയിട്ടുണ്ടെങ്കിൽ, ചിതറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100 വർഷങ്ങൾക്ക് ശേഷം ഞാനും നിങ്ങളുമെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. ഇടവെട്ടി തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂൾ 85ാം വാർഷികാഘോഷത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. മാർച്ച് 1 നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഗുരുശ്രേഷ്ഠരെ ആദരിക്കലും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ലിസി ജോസഫിന് യാത്രയയപ്പും നൽകും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്കൻകൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇവിടം. 21ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് മുതലക്കോടംപള്ളിയുടെ ശവക്കോട്ടയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഈ സ്കൂൾ അവിടെ നിന്ന് മാറ്റണമെന്ന അന്നത്തെ തിരുവിതാംകൂർ വെണ്ണാക്കുളർ സ്കൂൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് 1931 ഈ സ്കൂൾ ഇപ്പോഴുള്ള ചാലങ്കോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചത്. ചാലങ്കോട്ട് മന സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത്. 1968 സ്കൂൾ ഒരു UP സ്കൂളായി ഉയർത്തിയത്. 1972 പുതിയ സ്കൂൾ കെട്ടിടം പണിതത്. 1931 മുതൽ ആരംഭിച്ച കണക്ക് വെച്ചാണ് സ്കൂൾ ഇപ്പോൾ 85ാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ 1924 മുതൽ ഈ സ്കൂൾ മുതലക്കോടത്ത് പ്രവർത്തിച്ചിരുന്നതായി രേഖകളിൽ കാണാം. 100 വർഷത്തിലോട്ടടുക്കുന്ന ഈ സ്കൂൾ അക്കാദമിക് രംഗത്തും മറ്റ് സാംസ്കാരിക രംഗത്തും തിളങ്ങി നിൽക്കുകയാണ്. ഇക്കാലത്തിനിടയ്ക്ക് സംസ്ഥാന തലത്തിലും മറ്റും മാതൃകയാക്കേണ്ട നിരവധി പ്രതിഭകളെ ഈ സ്കൂളിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തെ പൊതുവിദ്യാലയങ്ങളെ അപേക്ഷിച്ച് തൊണ്ടിക്കുഴ സ്കൂൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വളരെ പഴക്കം ചെന്ന സ്കൂൾ എന്ന നിലയിൽ ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നവരെയും പഠിച്ചിരുന്നവരെയും ഒരിക്കൽ കൂടി ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. ഇന്ന് 7ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂള് സമീപ പ്രദേശത്തെ മറ്റ് സർക്കാർ സ്കൂളുകൾക്കെല്ലാം മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഈ വരുന്ന മാർച്ച് മാസം 1-ാം തീയതി രാവിലെ 10 മുതൽ സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ പുതിയ ഭാവി സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും നിലവിലുള്ള സാഹചര്യത്തെ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു സംഗമം ഇവിടെ വെച്ച് നടത്തുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. വാർഷിക സമ്മേളനത്തിന്റെയും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന്റെയും വരവറിയിച്ചുകൊണ്ട് നടത്തിയ വിളംബര ജാഥയിൽ സംഘാടക സമിതി പ്രസിഡന്റ് TM മുജീബ്, സെക്രട്ടറി TC ജോയി, ട്രഷറർ MK നാരായണ മേനോൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ CC രാജൻ, PTA പ്രസിഡന്റ് AK അബു തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ നാമത്തിൽ പണി കഴിപ്പിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പും തിരുനാളും നടന്നു. ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മഠത്തിക്കണ്ടം നിർവഹിച്ചു. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോൺ കടവൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് പീച്ചാനിക്കുന്നൽ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി. അപരാധിനോടും
സന്തോഷമുള്ള ഒരു സുദിനമാണല്ലോ ഇന്ന്. നാം നാളെ കഴിഞ്ഞ് നോമ്പ് ആരംഭിക്കുന്നു. അതിനു മുമ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ ഗ്രോട്ടോ വെഞ്ചരിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ ഒത്തിരിയേറെ അനുഗ്രഹം ലഭിക്കുവാനുള്ള ഒരു സ്ഥലമായി തീരട്ടെ ഇത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വികാരിച്ചനോട് പറഞ്ഞു, ചെറിയ ഗ്രോട്ടയുണ്ട്, വെഞ്ചരിക്കാൻ വരണമെന്ന്. ഞാനവിടെ ചെറുതായിരിക്കുന്നു ഓർത്തു. ഇവിടെ വന്നപ്പോൾ അത്രയും വലുതാണെന്ന് പറഞ്ഞത്. വളരെ നന്നായിരിക്കുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മാതാവിൻ്റെ സാന്നിധ്യം, സംരക്ഷണം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നിലം നികത്തലിനെതിരെ CPM രംഗത്ത്. കരിങ്കുന്നം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലം നികത്തിയ പാടശേഖരങ്ങളിൽ പാർട്ടി പതാക നാട്ടി പ്രതിഷേധം അറിയിച്ചു. നിലം നികത്തൽ അവസാനിപ്പിച്ചതിലെ ശക്തമായി സമരം സംഘടിപ്പിക്കുമെന്ന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സണ്ണി മുന്നറിയിപ്പ് നൽകി. കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂൾ വാർഷികം മാർച്ച് 3-ന് ആഘോഷിക്കും. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ചേരുന്ന സമ്മേളനം KCSL മുൻ സംസ്ഥാന ഡയറക്ടർ റവറന്റ് ഡോക്ടർ യേശുദാസ് പഴമ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്യും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഫ്രാൻസ് ലിറ്റിന് യാത്രയയപ്പും നൽകും. രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, സ്കൂൾ മാനേജർ ഫാദർ തോമസ് കുഴിഞ്ഞാലിൽ, മുതലക്കുളം സെന്റ് ജോർജ് HSS പ്രിൻസിപ്പൽ ജോർജ് കേളകം, DCL പ്രവിശ്യ കോർഡിനേറ്റർ PT തോമസ്, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് AY മോഹൻദാസ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ, AEOTV അബ്ദുൽ ഖാദർ, ഫാദർ സെബാസ്റ്റ്യൻ പോത്തനാമൊഴി, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിക്കും. കരിമണ്ണൂർ ഷിറ്റോ റിയോ ക്ലബിൽ നിന്നും കരാട്ടെ, ബോക്സിംഗ്, വടംവലി, ടെന്നിക്വയറ്റ് ഇനങ്ങളിൽ സംസ്ഥാന ദേശീയ മത്സരങ്ങളിലെ വിജയികളെ അനുമോദിച്ചു. ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് റോജർ പുളിമുട്ടിൽ, ബേബി എബ്രഹാം, ചീഫ് ഇൻസ്ട്രക്ടർ എബി എബ്രഹാം, ഇൻസ്ട്രക്ടർമാരായ ജോസ് മാത്യു, ഡിക്സൺ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. 25 വർഷം മുൻപ് 10-ൽ താഴെ കുട്ടികളുമായി ബേബി എബ്രഹാം ആരംഭിച്ച ഷിറ്റോ റിയോ കരാട്ടെ സ്കൂൾ വിവിധ മേഖലകളിൽ വിജയം നേടിവരുന്നു. SNDP തൊടുപുഴ യൂണിയന്റെ കീഴിലുള്ള ശാഖകളിലെ രവിവാര പാഠശാലയുടെ പ്രവർത്തനോദ്ഘാടനം ഈസ്റ്റ് കല്ലൂരിൽ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S പ്രവീൺ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് KK മനോജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PN വിജയൻ, ജോഷി കരിമണ്ണൂർ, ആര്യ ലക്ഷ്മി, രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ശാഖയ്ക്ക് ഇന്ന് കാണുന്ന മുഴുവൻ സ്വത്തുക്കൾക്കും കാരണഭൂതനായ കുഞ്ഞേട്ടനെ പോലെയുള്ള വളരെ മുതിർന്ന ഒരാള്, അദ്ദേഹത്തിന്റെ മുഴുവൻ സാന്നിധ്യവും മാനസികമായും ശാരീരികവുമായും ഇന്ന് ഈ ശാഖയുടെ അങ്കണത്തിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം. മനുഷ്യന്റെ കഴിവുകൾക്കും ചിന്തകൾക്കും അപ്പുറമായിട്ടുള്ള ഒരു ശക്തി കൂടി, നമ്മളെല്ലാം വ്യക്തികളാണ്, വ്യക്തികൾക്ക് പരിമിതികളുണ്ട്. ആ വ്യക്തികളുടെ കൂടെ ഒരു ശക്തി കൂടി ചേരുമ്പോഴാണ് നമുക്ക് സൃഷ്ടികൾ നടത്തുവാൻ കഴിയുന്നത്. വ്യക്തിയും ശക്തിയും കൂടി ചേരുമ്പോൾ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ശക്തിയെ കൂടെ നിർത്തുവാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതിന്റെ ഭാഗമാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നതും ആത്മവിശ്വാസമാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുവാനും ആ മേഖലയിലെല്ലാം മറ്റാരെക്കാളും ശ്രേഷ്ഠമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും കഴിയുന്ന ആളുകളാണ്, ഗുരുദേവന്റെ അനുഗ്രഹമുള്ള കുട്ടികളാണ് ഞങ്ങൾ എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ആ കുട്ടികൾക്കുണ്ടാവും.
ഈ ശാഖയ്ക്ക് ഞാൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചാൽ രണ്ടാളെങ്കിലും പ്രവർത്തിച്ചാൽ മതി. ഒരുപാട് ആളുകൾ. തൊടുപുഴ വിമല സ്കൂളിലെ KG വിഭാഗത്തിന്റെ വാർഷികം ആഘോഷിച്ചു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജോമോൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്. എത്ര അമ്മമാർക്ക്, എത്ര അച്ഛന്മാർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രമാത്രം ട്രസ്റ്റ് നമ്മളിലുണ്ടെന്ന്? എത്ര അമ്മമാർക്കും എത്ര അപ്പന്മാർക്കും കഴിയും? ജീവിതത്തിൽ ഒരിക്കൽ പോലും മക്കളോട് കള്ളം പറയാതെ കള്ളത്തരങ്ങളുടെ പൊള്ളതയായ വ്യാമോഹങ്ങളിലൂടെ സഞ്ചരിപ്പിക്കാതെ നമ്മൾ എത്ര പേര് ഈ കുട്ടികളെ വളർത്തുന്നുണ്ട്? നമുക്കെല്ലാവർക്കും ഉള്ളൊരു പരാതിയുണ്ട്. ഈ രാജ്യത്ത് ഇപ്പോൾ നല്ല ഡോക്ടേഴ്സ് ഇല്ല, നല്ല എൻജിനീയേഴ്സ് ഇല്ല, നല്ല അഭിഭാഷകരില്ല, നല്ല കോളേജ് അധ്യാപകരില്ല, ഒന്നും നല്ലതല്ല. ഇന്നലകളിലുള്ളതെല്ലാം വളരെ മികച്ചതായിരുന്നു. ഒറ്റ ഉത്തരവുള്ളൂ, നല്ല മാതാപിതാക്കളുമില്ല. നല്ല മാതാപിതാക്കളില്ല എന്നുള്ളതാണ് ഇന്ന് ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മളെല്ലാവരും കുടുംബത്തിൽ നിന്നാണ് ജീവിത മൂല്യങ്ങൾ പഠിച്ചു വളരുന്നത്. ആ കുടുംബത്തിൻ്റെ ഭിത്തികളിൽ ആ കുടുംബത്തിൻ്റെ ഹൃദയഭിത്തികളിൽ വിള്ളൽ വീഴ്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ നാളെ വരാൻ പോകുന്ന ഒരു യുവതലമുറ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ ചാനൽ ചർച്ചകളിലെല്ലാം മുഴുങ്ങി കേൾക്കുന്ന ശബ്ദമാണ് സ്ത്രീ സുരക്ഷ. ഇവിടെ പെൺകുട്ടികൾക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം എന്തെല്ലാം പറഞ്ഞ് ഘോരഘോരം ചാനലുകളിൽ ചർച്ചകളിലെല്ലാം നമ്മളും കേട്ടിരിക്കാറുണ്ട്. കുറേ പേരെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളൊന്നോർക്കണം, എത്ര ആൺകുട്ടികളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവർ നമ്മുടെ പെങ്ങന്മാരാണ്, അവരോട് എങ്ങനെ പെരുമാറണമെന്ന് എത്ര അമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഞാൻ പറയുന്നത്, ഒരു സ്ത്രീ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ആൺകുട്ടികൾക്കോ കൗമാരക്കാർക്കോ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ പോയ, നമ്മൾ മറന്നുപോയ പല സത്യങ്ങൾക്കും, നമ്മൾ മറന്നുവെച്ച പല സത്യങ്ങളുടെയും അല്ലെങ്കിൽ ആ നിഷേധങ്ങളുടെയൊക്കെ പ്രതിഫലനമാണ് ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്നത്. വിജ്ഞാനമാതാ പള്ളി വികാരി റവർ ഡോക്ടർ തോമസ് പെരിയപ്പുറം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ ഡിവോഷ്യ, പ്രൊവിൻഷ്യൽ വികാർ സിസ്റ്റർ ബെന്നോ, വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ്, ക്രിസ്മസ് ജോസഫ് ബിനോയ്, ലോക്കൽ മാനേജർ സിസ്റ്റർ ക്ലമന്റ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ, PTA പ്രസിഡന്റ് പ്രൊഫസർ പ്രജീഷ് സി മാത്യു, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു സണ്ണി, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ വിമല കിൻഡർ ഗാർഡൻ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. To invite you to sing with us and hope for the best. It's a small world after all. It's a small world after all. It's a small world after all. It's a small world. It's a small world after all. It's a small world after all. It's a small world after all. It's a small world. The set all and the golden. കുമാരമംഗലം മണ്ഡലത്തിലെ പെരുമ്പിള്ളിച്ചിറ ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പതാക ഉയർത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി വാത്യാപിള്ളി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാം ജേക്കബ്, KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പിള്ളി എന്നിവർ പതാക ഉയർത്തി. INTUC മണ്ഡലം പ്രസിഡന്റ് സിന്ധു കുമാർ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഫസൽ സുലൈമാൻ, KSU യൂണിറ്റ് പ്രസിഡന്റ് ആഷിഖ് സുബൈർ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, KSU ഭാരവാഹികൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ഒരേ ഒരു ആദിവാസി പഞ്ചായത്തായ ഇടുക്കിയിലെ ഇടമലക്കുടി ഗ്രാമം ദത്തെടുക്കാനുള്ള സർക്കാർ പദ്ധതിയിൽ പങ്കാളിയായി പ്രമുഖ ഗൾഫ് വ്യവസായിയും
KGA ഗ്രൂപ്പ് ചെയർമാനുമായ KG എബ്രഹാം രംഗത്ത്. 3 കോടി രൂപയാണ് ഇതിനായി KG എബ്രഹാം നൽകുക. ഇതിന്റെ ആദ്യ ഗഡുവായി 50,000 ദിനാർ NBT's കാർണിവൽ വെച്ച് ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിനിന് KGA ഗ്രൂപ്പ് ചെയർമാൻ KG എബ്രഹാം കൈമാറി. കാർണിവൽ KG എബ്രഹാം ബലൂൺ പറത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ, ഡോക്ടർ VP ഗംഗാധരൻ, ആദർശ് ബാബു, നീനു വിൻസെന്റ് മാമ്പിള്ളി, KC ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു. അനവധി കലാപരിപാടികളും നടന്നു. കേരളത്തിലെ ഒരു ഗ്രാമീണ മേഖലയ്ക്ക് വേണ്ടി പ്രവാസ ലോകത്തു നിന്ന് ഒരു വ്യക്തി നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണിത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ നിന്നും 36 കിലോമീറ്റർ വടക്കുമാറി കൊടും വനത്തിലാണ് ഈ ഗിരിവർഗ മേഖല. അവിടേക്കാണ് മനുഷ്യസ്നേഹിയായ കുവൈറ്റ് വ്യവസായി സ്നേഹസ്പർശവുമായി എത്തിയിരിക്കുന്നത്. ആശുപത്രി, സ്കൂൾ, ഹോസ്റ്റൽ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഗ്രാമത്തിൽ KGA ഗ്രൂപ്പ് ഒരുക്കുക. ഇതിനായി 21 കിലോമീറ്റർ ദുർഘടമായ വനപാതകളിലൂടെ തലച്ചുമടായി സാമഗ്രികൾ എത്തിച്ചുകൊണ്ടേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. ഈ വെല്ലുവിളിയാണ് KGA ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. കുവൈറ്റിലെ പെട്രോളിയം മേഖലയിലെ പ്രമുഖ കരാർ കമ്പനിയായ നാസർ ബത്തയുടെ ഉടമകളാണ് KGA ഗ്രൂപ്പ്. KG എബ്രഹാത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഗ്രൂപ്പിന് കീഴിൽ ഗൾഫിൽ 14,000 പേരാണ് ജോലി ചെയ്യുന്നത്. അതിൽ 95% മലയാളികളുമാണ്. ക്രൈസ്തവ വിശ്വാസികൾ 50 നോമ്പ് ആചരണം തുടങ്ങി. തിങ്കളാഴ്ച കുരിശുവര തിരുനാളോടെയാണ് നോമ്പിന് തുടക്കമായത്. BBC ന്യൂസ് ഇന്നു മുതൽ കാൽവരി നോമ്പുകാല സന്ദേശം ആരംഭിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അനുതാപത്തിന്റെ ഒരു നുള്ള് ചാരം നെറ്റിത്തടത്തിൽ കുരിശടയാളമായി വരച്ച് നാം എല്ലാവരും 50 നോമ്പിന്റെ വിശുദ്ധമായ നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു യാത്ര പുറപ്പെടുകയാണ്. ക്രിസ്തുനാഥന്റെ ഉദ്ധാനത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം. യേശുനാഥൻ ആദ്യം നേരിട്ട പ്രലോഭനം കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം അത്ര മോശം കാര്യമല്ല, നമ്മുടെ ബേസിക് നീഡ്സിൽ ഒരെണ്ണമാണ്. എന്നിട്ടും ക്രിസ്തുനാഥൻ ഈ അപ്പത്തെ, ആഹാരത്തെ പ്രതിരോധിക്കുന്നുണ്ട്. കാരണം വളരെ വ്യക്തമാണ്. യേശുനാഥൻ ഉപവാസത്തിലായിരുന്നു. ഉപവാസം ഇരിക്കുന്നവന്റെ മുമ്പിൽ അപ്പം പ്രലോഭനമാണ്, പാപമാണ്. ഒരു വസ്തു, ഒരു വ്യക്തി, ചില സാഹചര്യങ്ങൾ ഇവയൊക്കെ പാപമോ പ്രലോഭനമോ ആയി മാറുന്നത് അതിന്റെ ടൈമിനെയും സ്പേസിനെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആദ്യ മാതാപിതാക്കള് ഫലം ഭക്ഷിച്ചപ്പോഴും അത് തിന്മയാകാൻ കാരണം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചത് കൊണ്ടാണ്. നിന്റെ ജീവിതത്തിൽ എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് ഇടപെടണമെന്ന് പ്രലോഭകന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ആ യഹൂദ സ്ത്രീ അപ്പമുണ്ടാക്കുവാൻ വേണ്ടി സകലതും ക്രമീകരിച്ചു. അവസാനം മാവ് കുഴിക്കുവാൻ വേണ്ടി പാത്രത്തിൽ നോക്കിയപ്പോൾ മാവില്ല, പാത്രശൂന്യമാണ്. പെട്ടെന്ന് ഇത് അവളുടെ പാത്രം ഇങ്ങനെ മാവ് കൊണ്ട് നിറഞ്ഞു വരികയാണ്. ഉടനെ അവൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക, ഇത് നിന്റെ പ്രലോഭനമാണെന്ന് എനിക്കറിയാം. കാരണം എന്റെ ദൈവം ഒരു ഇന്ദ്രജാലക്കാരനല്ല, ഒരു മാവ് വിൽക്കുന്നവനല്ല. ഈ 50 നോമ്പിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ചില സാഹചര്യങ്ങളോട്, ചില ശീലങ്ങളോട്, ചില ഇഷ്ടങ്ങളോടൊക്കെ വേണ്ട എന്ന് പറയുവാനുള്ള ആത്മബലം നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. എനിക്കാകാമാകുന്ന ചില സുഖങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില ഇഷ്ടങ്ങളൊക്കെ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേണ്ട എന്ന് വെക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മബലമുണ്ട്. എന്നെ ശ്രവിക്കുന്ന സഹോദര, സഹോദരി, ഇതുവരെയുള്ള ജീവിതത്തിൽ താങ്കൾ എന്നെങ്കിലും ഈ ആത്മബലം അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ആത്മബലം അനുഭവിക്കുവാനുള്ള വലിയ അവസരമാണ് ഈ 50 നോമ്പിന്റെ നാളുകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വരൂ, നമുക്കൊന്നിച്ച് ഈ തീർത്ഥാടനം തുടങ്ങാം. കാൽപ്പാടുകൾ ഒന്നാക്കുന്ന തീർത്ഥാടകരായി നമുക്ക് മാറാം. ആമേൻ. കഴിഞ്ഞ 50 വർഷത്തിൽ പരം വാടക കെട്ടിടത്തിൽ പ്രശസ്ത നിലയിൽ പ്രവർത്തിച്ചിരുന്ന നെഹ്റു കോളേജ് കാഞ്ഞാറിൽ സ്വന്തം കെട്ടിടത്തിലേക്ക് മാർച്ച് 1 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. NEET, NET, SCT തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഉണ്ടായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ തോമസ് നരിമറ്റം അറിയിച്ചു. ഫോൺ 252098 9961215780.
ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 3-ാം തീയതി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ജന്മനാടായ രാമപുരത്ത് നടക്കുന്ന ഏകദിന ഉപവാസ സമരത്തിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും 500-ൽ പരം പ്രവർത്തകരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു. ഫാദർ ടോം ഉഴുന്നാലിനൊപ്പം ബന്ധിയാക്കപ്പെട്ട ഫ്രഞ്ച് പത്രപ്രവർത്തകയെ ഫ്രാൻസിന്റെ നയതന്ത്ര ഇടപെടലിലൂടെ മോചിപ്പിച്ച സാഹചര്യത്തിൽ ഫാദറിന്റെ മോചനം വൈകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയെന്ന് പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ PC ജോസഫ് ആരോപിച്ചു. തൊടുപുഴ വിനായക ഓഡിറ്റോറിയത്തിൽ NV വർക്കി നിരപ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോർജ് അഗസ്റ്റിൻ, ജോസ് കുര്യൻ, MJ ജോൺസൺ, ജോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ബിസിനസ് വാർത്തകൾ. തൊടുപുഴ ആശീർവാദ് സിനിപ്ലക്സിൽ ഡോണറ്റ് ഫാക്ടറിയുടെ മലബാർ എക്സ്പ്രസ് ഫുഡ് കോർട്ടിന്റെ വെഞ്ചിരിപ്പ് തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളി വികാരി റവർ ഡോക്ടർ തോമസ് പെരിയപ്പുറം നിർവഹിച്ചു. മാനേജിംഗ് പാർട്ട്ണർമാരായ സന്തോഷ്, മെബു നെച്ചിക്കാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്ഥാപനത്തിൽ പ്രവർത്തകരെയും ജോലിക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരെയും എപ്പോഴും ഉന്നയിക്കും. കൊച്ചിയുടെ രുചി വിസ്മയങ്ങളുമായി ഡോണറ്റ് ഫാക്ടറിയുടെ ഫുഡ് കോർട്ട് തൊടുപുഴ ആശീർവാദ് സിനിമാപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരങ്ങളായ മനോജ് കെ ജയൻ, ആഷിഖ് അബു, റിമ കല്ലിങ്കൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലബാർ സ്റ്റൈൽ ബിരിയാണി, ഡോണറ്റ് ഫാക്ടറിയുടെ ഷേക്കുകൾ, ജ്യൂസുകൾ, ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് ചിക്കൻ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് ഫുഡ് കോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്.
ചരമവാർത്തകൾ. ന്യൂ അഭിലാഷ് ഓട്ടോമൊബൈൽസിന്റെയും സീനെറ്റ് ഡിജിറ്റൽ ടിവിയുടെയും ഉടമയായ താഴത്തെ തൊട്ടിയിൽ ചാക്കോ വർഗീസിന്റെ മാതാവ് കുട്ടിയമ്മ വർഗീസ് നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് തെക്കും ഭാഗത്തുള്ള വസതിയിൽ ആരംഭിച്ച് മുതലക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. മക്കൾ ചാക്കോ വർഗീസ്, ബേബി വർഗീസ്, ഷാലി ജോർജ്. മരുമക്കൾ ലീലാമ്മ ചാക്കോ കുരിശിങ്കൽ, ആനീസ് ബേബി പരപ്പനാട്ട്, KS തങ്കച്ചൻ കുരിശിങ്കൽ. തൊടുപുഴ ചെമ്പരത്തിക്കലായ ഞാർലക്കാട്ട് പരേതനായ കുര്യന്റെ മകൻ തോംസൺ എന്ന ടോമി നിര്യാതനായി. 48 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30-ന് അഞ്ചരിയിലെ വസതിയിൽ നിന്നും ആരംഭിച്ച് ഉച്ചയ്ക്ക് 12-ന് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. ഭാര്യ പ്രജി, അധ്യാപിക, വിമല പബ്ലിക് സ്കൂൾ തൊടുപുഴ. അഞ്ചിരി വള്ളോപ്പിള്ളിൽ കുടുംബാംഗമാണ്. മകൻ അൻസൻ. സഹോദരങ്ങൾ മാണി, സോജൻ, ജോൺസൺ, ജെയ്സൺ, വത്സ, മോളി. തൊടുപുഴ മുളപ്പുറം കോട്ടക്കവല അടിച്ചനാൽ പരേതനായ നായകൻ പിള്ളയുടെ ഭാര്യ ദേവകിയമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ഗോപിനാഥ പിള്ള, അമ്മിണി. മരുമക്കൾ മണിയമ്മ, നാരായണപിള്ള. കൊച്ചുമക്കൾ സിനി, ഷിബു, സിബി, സിജി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയിലെ ജീവനക്കാർ സത്യസന്ധരാണെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഹരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും തൊടുപുഴയിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവത്തിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പന്നിമറ്റം ഇരുകല്ലുംപടി റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മോൺസിഞ്ഞോർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കോതമംഗലം രൂപതാംഗമായ റവറന്റ് ഡോക്ടർ ജോർജ് കുരുക്കൂറിനും രൂപതയിലെ 9 നവവൈദികർക്കും കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ KG വിഭാഗത്തിന്റെ വാർഷികം ആഘോഷിച്ചു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജോമോൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.